അല്ലാ ഇവന്റെ പാപം പൊറുക്കണം റബ്ബേ. ഈ പെണ്ണിന്റെ പാപങ്ങൾ മുഴുവനും നീ പുറത്തു കൊടുക്കണം തമ്പുരാനെ. പറയുന്നത് ഇമാമല്ല, പ്രവാചകനല്ല, തങ്ങളല്ല, വലിയല്ല, നബിയല്ല. അള്ളാന്റെ മലക്കുകൾ അല്ലാഹുവിനോട് പറയുന്നു ഇവന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കണം തമ്പുരാനെ. എന്നിട്ട് മലക്കുകൾ പറയുകയാ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. ഈ ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗം കൊടുക്കണം, ഈ തൗബ ചെയ്യുന്നവന് സ്വർഗ്ഗം കൊടുക്കണം. ഇവന് മാത്രമല്ല വമന സലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം വബാ. ഇന്നിവിടെ ഇരുന്നു കൊണ്ട് നീ ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാണ് ഇവന് പുറത്തു കൊടുക്കണം തമ്പുരാന്, ഈ പെണ്ണിന് പുറത്തു കൊടുക്കണം തമ്പുരാന്, ഈ പെണ്ണിന് സ്വർഗ്ഗം കൊടുക്കണം തമ്പുരാന്. അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാണ് ഇവന് സ്വർഗ്ഗം കൊടുക്കണമല്ലാ. ഇവന് മാത്രമല്ല, ഇവന് മാത്രം കൊടുത്താ പോരാ. വമന സലഹ മിൻ ആബായിഹിം, ഇവന്റെ വാപ്പയുണ്ടല്ലോ, ഇവന് ജന്മം കൊടുത്ത പിതാവുണ്ടല്ലോ, ഇവന് വേണ്ടി ആയുസ് മാറ്റിവെച്ച ഇവന്റെ വാപ്പയുണ്ടല്ലോ. അല്ലാഹുവേ 9.5 മാസക്കാല ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയെന്നെന്ത് പ്രസവിച്ച ഇവന്റെ പ്രിയപ്പെട്ട മാതാവ്, അവന്റെ ഉമ്മയ്ക്ക് സ്വർഗ്ഗം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ വാപ്പയ്ക്ക് സ്വർഗ്ഗം കിട്ടാൻ, നിന്റെ ഉമ്മയ്ക്ക് സ്വർഗ്ഗം കിട്ടാൻ അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുകയാണ്. അവര് പറയുന്നു നാഥാ ഇവന്റെ മാതാപിതാക്കൾക്ക് മാത്രം കൊടുത്താ പോരാ, ഇവന്റെ മക്കൾക്ക് കൊടുക്കണം, ഇവന്റെ ഭാര്യയ്ക്ക് കൊടുക്കണം. വമന സലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. പടച്ചവനെ ഇവന്റെ ബാപ്പ, ഇവന്റെ ഉമ്മ, ഇവന്റെ ഭാര്യ, ഇവന്റെ മക്കള്, പടച്ചവരെ കുടുംബസമേതം സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. മലക്കുകൾ ദുആ ചെയ്യും ചെറുപ്പക്കാരാ, പെങ്ങളെ ദുആ ചെയ്യണം പെങ്ങള്. സീരിയല് കാണുന്നത് മുഴുവനും നിർത്തണം പെങ്ങള്, TV ഓഫാക്കി വെക്കണം പെങ്ങള്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ തൗബ ചെയ്യുന്നവര്, പശ്ചാത്തപിച്ച് മടങ്ങുന്നവര് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എങ്ങനെയാ ചെറുപ്പക്കാരാ ഓരോ പാപങ്ങളും അല്ലാഹുവിനോട് എണ്ണി എണ്ണി പറയണമടാ. നാണം വേണ്ട, ലജ്ജ വേണ്ട, നിനക്കൊന്നേ മതി, നിന്റെ പാപം കഴുകി കളയണമല്ലോ, നിന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കണമല്ലോ. അതുകൊണ്ട് ചെയ്തതെന്താണോ അല്ലാഹുവോട് ഏറ്റു പറഞ്ഞ സ്വർഗ്ഗം അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ. തൗബ ചെയ്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? തൗബ ചെയ്യുന്നവർ പള്ളി കെട്ടിക്കൊടുത്തവന്റെ പ്രതിഫലമല്ല, ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലമല്ല, നോമ്പ് പിടിക്കുന്നവന്റെ പ്രതിഫലമല്ല, സദക്ക കൊടുക്കുന്നവന്റെ പ്രതിഫലമല്ല. ജീവിതത്തിൽ വന്ന ഒരു തെറ്റ് അല്ലാഹുവിനോട് ഏറ്റു പറഞ്ഞിട്ട് തൗബ ചെയ്താൽ ആ തൗബ ചെയ്യുന്നവൻ അല്ലാഹു കൊടുക്കുന്ന ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ കള്ളു കുടിച്ചു. ഇപ്പൊ ആരും കള്ളു കുടിക്കത്തില്ല, കഞ്ചാവ് അടിക്കുന്നില്ല. കള്ള് പാർക്കാപ്പാ, ഇല്ല കഞ്ചാവിന്റെ കാലവാ. അല്ലാഹു ആലം. ഞാന് ഉറൂസിന് പോയി, ഇപ്പോ ഏർവാടിയിൽ ഉറൂസിന് പോയി. ഒരു ചെറുപ്പക്കാരിയായ സഹോദരി എന്നെ കണ്ടപ്പോൾ ഓടി വന്നിട്ട് പറഞ്ഞു, സിറാജ് ഉസ്താദെ എൻ്റെ മോന് വേണ്ടി ദുആ ചെയ്യണം, എൻ്റെ മകന് വേണ്ടി ദുആ ചെയ്യണം. ആ സഹോദരി പറയുകയാ അവൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം കണ്ടു. ഏർവാടിയിൽ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് അറിയുന്നത് അവൻ MDMA അടിച്ചുകൊണ്ടിരുന്നേന്ന്. അല്ലാഹുവേ, ഒരു സ്വീഡിന്റെ സ്വപ്നമായിരുന്നടോ. ഒരു വാപ്പയും ഉമ്മയും എന്തെല്ലാം കഷ്ടപ്പെട്ട് എന്തെല്ലാം പ്രതീക്ഷയോടുകൂടി ആ മക്കളെ വളർത്തുന്നത്. പിന്നെ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരുടെ ആഗ്രഹം മക്കൾ നന്നാകണമെന്ന.
അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. വെറുതെ നന്നാകോ? ഉദ്ഘാടകനായ തങ്ങളും പറഞ്ഞത് മക്കളെ വെറുതെ നന്നാക്കാൻ പറ്റത്തില്ല. മക്കള് നന്നാകണമെങ്കിൽ ഉമ്മയും ബാപ്പയും ദുആ ചെയ്യണം മക്കള് നന്നാകാൻ. ഒരു മാതാവും പിതാവും തൻ്റെ മക്കള് നന്നാകുന്നതിന് വേണ്ടി ദുആ ചെയ്യണം. മക്കളെ നല്ല സ്കൂളിൽ കൊണ്ട് പഠിക്കാൻ ചേർത്താൽ മാത്രം പോരാ. മക്കള് പോകുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, കൂട്ടുകാരാരാ, എല്ലാ കാര്യങ്ങളും മാതാവും പിതാവും അറിഞ്ഞിരിക്കണം. വണ്ടി കയറ്റി വിട്ടാൽ മാത്രം പോരാ. മക്കളുടെ കൂട്ടുകാരാരാണെന്ന് അറിയണം. ഇവരെല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നുണ്ടോ എന്നറിയണം. മക്കളെ കുറിച്ച് പഠിക്കണം നിങ്ങൾ. 3 മക്കൾ നന്നാകാനുള്ള മൂന്നാമത്തെ വഴി മക്കളോട് പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു തുള്ളി കള്ള് തൊണ്ടയ്ക്ക് താഴെ വീണാൽ അവൻ സ്വർഗത്തിൽ കയറൂല. അവനോട് പറഞ്ഞു കൊടുക്കണം. കൂടെ പഠിക്കുന്നവർ വീടി വലിക്കും, കഞ്ചാവടിക്കും, ബിയറ് കുടിക്കും, നിന്നെ നിർബന്ധിക്കും, എൻ്റെ മോൻ തൊടല്ലേ, എൻ്റെ മോൻ കുടിക്കല്ലേ, എൻ്റെ മക്കൾ അവൻ്റെ കൂടെ കൂടല്ലേ എന്ന് മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ട കടമ മാതാപിതാക്കളുടേതാണ്. 4 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്കണം. ഇസ്ലാമിൻ്റെ ആദർശം നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. തൊപ്പിയിട്ടുകൊണ്ട് സ്കൂളിൽ പോണ എത്ര മക്കളുണ്ട്? തൊപ്പിയിട്ടുകൊണ്ട് സ്കൂളിൽ പോകുന്ന എത്ര മക്കളുണ്ട്? ളുഹർ നിസ്കരിക്കുന്ന എത്ര മക്കളുണ്ട്? ഹാജിയാരുടെ മോനും മോളും പഠിക്കുന്നുണ്ടല്ലോ, ളുഹർ നിസ്കരിക്കുന്ന എത്ര മക്കളുണ്ട്? വാപ്പാ, നീ നിന്റെ മക്കൾക്ക് ആദർശം പറഞ്ഞുകൊടു. ഹാജിയാരുടെ മോള് ഫർദ ഇട്ടുകൊണ്ടാ സ്കൂളിൽ പോന്നെ, ഹിജാബ് ഇട്ടുകൊണ്ടാ സ്കൂളിൽ പോകുന്നേ. കർണാടക എന്ന് പറയുന്ന നാട്ടിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഹിജാബ് നിരോധിച്ചു. ഹിജാബ് ഇട്ടുകൊണ്ട് കോളേജിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ചില വാപ്പായും ഉമ്മായും മക്കളോട് പറഞ്ഞു, ഹിജാബ് ഊരി ഇട്ടിട്ട് പഠിക്കാൻ പൊക്കോളാൻ, ഹിജാബ് ഊരി ഇട്ടിട്ട് പഠിക്കാൻ പൊക്കോളാൻ കയറ്റിവിട്ടു. ചില വാപ്പമാര് പറഞ്ഞു, ഹിജാബ് ഇട്ടുകൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ സ്കൂള് വേണ്ട, ആദർശം വേണം. ആ മാതാപിതാക്കൾ പറഞ്ഞു, സ്കൂള് തന്നെ വേണ്ട, ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് ആദർശമാണ് വലുത്, ദീനിന്റെ ആദർശം ഞങ്ങൾ മുറുകെ പിടിക്കുന്നവരാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, 18 വയസ്സുള്ള ഒരു പെൺകുട്ടി ചങ്കൂറ്റത്തോടുകൂടി ശത്രുക്കളുടെ മുമ്പിൽ ഹിജാബ് ഇട്ടുകൊണ്ട് പോരാടുന്ന പോരാട്ടം നമ്മൾ വീഡിയോ കണ്ടവരാ. നിങ്ങൾക്കറിയോ, ആ കുട്ടിക്കായിരുന്നു ഏറ്റവും കൂടുതൽ മാർക്ക്. എടോ, നമ്മൾ പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദർശം മുറുകെ പിടിച്ചാൽ അള്ളാഹു നമുക്ക് വിജയം തരും. ആദർശം മുറുകെ പിടിച്ചാൽ അള്ളാഹു നമുക്ക് വിജയം തരും. ഹിജാബ് നിരോധിച്ച നാട്ടിലാ ഹിജാബ് ഇട്ടുകൊണ്ടൊരു പെണ്ണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, തൗബ ചെയ്യണം. നമുക്ക് തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. തൗബ ചെയ്യുന്നവൻ അല്ല തരുന്ന പ്രതിഫലവും ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റ് ചെയ്താൽ അപ്പം തന്നെ അസ്തഗ്ഫിറുല്ലാഹ്, കരഞ്ഞ് ദുആ ചെയ്തില്ലെങ്കിലും ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് പറയണം. ആ അസ്തഗ്ഫിറുല്ലാഹ് മതി നിന്റെ പാപം പൊറുക്കാൻ. അതൊരു വലിയ തൗബയാ. അള്ളാഹു നമുക്ക് അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. നബിതങ്ങൾ പറഞ്ഞു, ഒരു ദിവസം 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയണം. എത്ര വട്ടം? ഉറക്കെ പറ, എത്ര വട്ടം? ഒരു ദിവസം 70 പ്രാവശ്യം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ്, നബിതങ്ങൾ പറഞ്ഞു 70 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് പറയണം. അപ്പൊ ചോദിച്ചു, എന്താ നബിയെ 70ന്റെ പ്രത്യേകത? എന്താണ് 70ന്റെ പ്രത്യേകത? ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു ദിവസം 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ അവൻ അന്ന് ചെയ്ത 700 പാപം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയനാ റസൂലുള്ളാഹി. 700 പാപം അള്ളാഹു പുറത്തു തരികയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, തൗബ ചെയ്യണേ മോളെ. പാപ
പാപങ്ങൾ ചുമന്നുകൊണ്ട് നടക്കരുത്. ഒരുപാട് പാപം ചെയ്തവരാ. ഭർത്താവിനെ വഞ്ചിച്ചവരുണ്ടല്ലോ, മാതാപിതാക്കളെ പറ്റിച്ചവരുണ്ടല്ലോ, കള്ളു കുടിക്കുന്നവർ, കഞ്ചാവടിക്കുന്നവർ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ, ഒരുപാട് പാപം ചെയ്തവരുണ്ടല്ലോ. ഒരുപാട് പാപങ്ങൾ ചെയ്തു, എനിക്ക് പുറത്തു തരണേ അല്ലാ എന്നാരെങ്കിലും അല്ലാഹുവോട് തൗബ ചെയ്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവേ, ആകാശ ലോകത്തുള്ള മലക്കുകൾ മുഴുവനും അല്ലാഹുവേ നിന്റെ ദുആയിക്ക് ആമീൻ പറയുകയാണ്. ഈ മജ്ലിസിലിരുന്ന് കൊണ്ട് തൗബ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ ദുആയിക്ക് ആമീൻ പറയുകയാണ്. എന്നിട്ട് മലക്കുകൾ പറയുന്നു, അല്ലാ ഇവന്റെ പാപം പൊറുക്കണം റബ്ബേ, ഈ പെണ്ണിന്റെ പാപങ്ങൾ മുഴുവനും നീ പുറത്തു കൊടുക്കണം തമ്പുരാനെ. പറയുന്നത് ഇമാമല്ല, പ്രവാചകനല്ല, തങ്ങളല്ല, വലിയല്ല, നബിയല്ല. അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് പറയുന്നു, ഇവന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കണം തമ്പുരാനെ. എന്നിട്ട് മലക്കുകൾ പറയുകയാ, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. ഈ ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗം കൊടുക്കണം, ഈ തൗബ ചെയ്യുന്നവന് സ്വർഗ്ഗം കൊടുക്കണം. ഇവന് മാത്രമല്ല, വമന സലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം വപാ. ഇന്നിവിടെ ഇരുന്ന് കൊണ്ട് നീ ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാണ്, ഇവന് പുറത്തു കൊടുക്കണം തമ്പുരാന്, ഈ പെണ്ണിന് പുറത്തു കൊടുക്കണം തമ്പുരാന്, ഈ പെണ്ണിന് സ്വർഗ്ഗം കൊടുക്കണം തമ്പുരാന്. അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാണ്, ഇവന് സ്വർഗ്ഗം കൊടുക്കണമല്ലാ. ഇവന് മാത്രമല്ല, ഇവന് മാത്രം കൊടുത്താ പോരാ, വമന സലഹ മിൻ ആബായിഹിം, ഇവന്റെ വാപ്പയുണ്ടല്ലോ, ഇവന് ജന്മം കൊടുത്ത പിതാവുണ്ടല്ലോ, ഇവന് വേണ്ടി ആയുസ് മാറ്റിവെച്ച ഇവന്റെ വാപ്പയുണ്ടല്ലോ. അല്ലാഹുവേ, 9.5 മാസക്കാല ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയെന്നത് പ്രസവിച്ച ഇവന്റെ പ്രിയപ്പെട്ട മാതാവ്, അവന്റെ ഉമ്മയ്ക്ക് സ്വർഗ്ഗം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ വാപ്പയ്ക്ക് സ്വർഗ്ഗം കിട്ടാൻ, നിന്റെ ഉമ്മയ്ക്ക് സ്വർഗ്ഗം കിട്ടാൻ അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുകയാണ്. അവര് പറയുന്നു, നാഥാ, ഇവന്റെ മാതാപിതാക്കൾക്ക് മാത്രം കൊടുത്താ പോരാ, ഇവന്റെ മക്കൾക്ക് കൊടുക്കണം, ഇവന്റെ ഭാര്യയ്ക്ക് കൊടുക്കണം. വമന സലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. പടച്ചവനെ, ഇവന്റെ ബാപ്പ, ഇവന്റെ ഉമ്മ, ഇവന്റെ ഭാര്യ, ഇവന്റെ മക്കള്, പടച്ചവരെ കുടുംബസമേതം സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. മലക്കുകൾ ദുആ ചെയ്യും. ചെറുപ്പക്കാരാ, പെങ്ങളെ ദുആ ചെയ്യണം പെങ്ങള്. സീരിയല് കാണുന്നത് മുഴുവനും നിർത്തണം പെങ്ങള്. TV ഓഫാക്കി വെക്കണം പെങ്ങള്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, തൗബ ചെയ്യുന്നവര്, പശ്ചാത്തപിച്ച് മടങ്ങുന്നവര് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എങ്ങനെയാ ചെറുപ്പക്കാരാ ഓരോ പാപങ്ങളും അല്ലാഹുവിനോട് എണ്ണി എണ്ണി പറയണമടാ. നാണം വേണ്ട, ലജ്ജ വേണ്ട, നിനക്കൊന്നേ മതി, നിന്റെ പാപം കഴുകി കളയണമല്ലോ, നിന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കണമല്ലോ. അതുകൊണ്ട് ചെയ്തതെന്താണോ അല്ലാഹുവോട് ഏറ്റു പറഞ്ഞ സ്വർഗ്ഗം അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, എടോ ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഇരുന്നിട്ട്, റബ്ബേ ഞാൻ കള്ളുകുടിച്ചു, ഞാൻ വ്യഭിചരിച്ചു, ഞാൻ പലിശ തിന്നു, ഞാൻ ചതിച്ചു, ഞാൻ വഞ്ചിച്ചു, അല്ലാ ഞാൻ നിസ്കാരം മുടക്കി, എനിക്ക് പുറത്തുതാ അല്ലാ എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ ദുആ ചെയ്ത മലക്കുകൾ പറയും, ഇത് സ്വീകരിക്കണേ അല്ലാ, ഇത് സ്വീകരിക്കണേ അല്ലാ. മലക്കുകൾ ആമീൻ പറയും. എന്നിട്ട് മലക്കുകൾ അല്ലാഹുവോട് പറയും, സിറാജിന് സ്വർഗ്ഗം കൊടുക്കണം അല്ലാ.
സിറാജിന് സ്വർഗം കൊടുക്കണം പടച്ചവനെ, സിറാജിന്റെ വാപ്പയ്ക്ക് കൊടുക്കണം, സിറാജിന്റെ ഉമ്മയ്ക്ക് കൊടുക്കണം, സിറാജിന്റെ ഭാര്യയ്ക്ക് കൊടുക്കണം, സിറാജിന്റെ മക്കൾക്ക് കൊടുക്കണം. ഇവരെ കുടുംബസമേതം സ്വർഗത്തിലേക്ക് കടത്തിവിടണേ എന്ന് മലക്കുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് തൗബ, അതാണ് തൗബയുടെ മഹത്വം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാ, നമുക്ക് തൗബ ചെയ്തിട്ട് പിരിയാ. നല്ല മഴയൊക്കെ പെയ്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആയിക്ക് ഇജാബത്തുള്ളൊരു മജ്ലിസാണിത്. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് തൗബ ചെയ്യാം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് തൗബ ചെയ്തൂടെ? തൗബ ചെയ്തൂടെ? തൗബ ചെയ്തൂടെ? ഈ തൗബ എന്ന് പറഞ്ഞാൽ എന്താ? അതുകൂടെ പഠിക്കാം. എന്താണ് തൗബ എന്ന് പറഞ്ഞാൽ? എൻ്റെ പൊന്നാര ചങ്ങാതി 27-ാം രാവിൻ്റെ അന്ന് കുളിച്ചൊരുങ്ങി പോകുന്നുണ്ട്. എവിടെ പോവാടാ? തൗബ ചെയ്യാൻ പോവാ. തൗബ ചെയ്യാൻ അന്ന് മാത്രം ചെയ്യാനുള്ള ഒരു സാധനമല്ല തൗബ. തൗബ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യേണ്ടതെന്നറിയോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, നിങ്ങളുടെ കൊച്ചാപ്പ ഉമറിൻ്റെ പേരല്ല ഞാൻ പറഞ്ഞത്, ഒരു ഖലീഫയായ ഉമർ തങ്ങളുടെ പേരാ പറയുന്നേ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോൾ, നിങ്ങളൊക്കെ വേർക്കണുണ്ടോ? ചൂടുണ്ടോ? നിങ്ങൾക്ക് ചൂടൊന്നും ഇല്ല? സുബ്ഹാനല്ലാഹ്. ഓഫായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാത്രി ഇറങ്ങി നടക്കും. ഖലീഫയായ ഉമർ റളിയല്ലാഹു തആല അൻഹു രാത്രി ആയി കഴിഞ്ഞാൽ തൻ്റെ ജനതയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഇറങ്ങി നടക്കും. ഒരു ദിവസം രാത്രി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ വരുന്നുണ്ട് അവിടെ നിങ്ങോട്ട്. ഉമർ തങ്ങൾ അദ്ദേഹത്തെയും കണ്ടു, അദ്ദേഹം ഉമർ തങ്ങളെയും കണ്ടു. ഈ മനുഷ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ട ഉടനെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. കാരണം 2 കുപ്പി കള്ളും കൈ പിടിച്ചോണ്ടാ വരണേ. 2 കുപ്പി കള്ള് കൈ പിടിച്ചോണ്ടാ വരുന്നേ. എതിരെ വരുന്നത് ഉമർ. വെട്ടൊന്ന് തുണ്ടൻ 2. ഈ സിസ്റ്റമാ ഉമർ തങ്ങൾ. ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ഇയാളുടെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. അല്ലാഹുവേ, ഈ മനുഷ്യന്റെ പേടി എന്തെന്നറിയോ? ഉമർ തങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇയാൾ നല്ല മനുഷ്യനാണെന്നാ. ഇയാൾ നല്ല മനുഷ്യനാണെന്നാ ഉമർ തങ്ങൾ കരുതിയിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ? കണ്ണ് 2 അടച്ചു പിടിച്ചു. 2 കണ്ണും അടച്ചു പിടിച്ചു. എന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, ഞാൻ ചെയ്യുന്നത് തെറ്റാ, സമ്മതിച്ചു. ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, സമ്മതിച്ചു. അല്ലാ, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല. ഇനി മരിക്കുന്ന കാലം വരെ ഞാൻ എൻ്റെ കൈ കൊണ്ട് തൊടൂല. ഉമറിൻ്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണം. ഈ മനുഷ്യൻ പറയുന്നത്, അല്ലാഹുവേ, മരിക്കുന്ന കാലം വരെ ഇനി ഞാൻ കള്ള് കൈകൊണ്ട് തൊടത്തില്ല. എന്നെ ഉമറിൻ്റെ മുമ്പിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണം. ഇത് പറഞ്ഞു തീർന്നതും ഉമർ തങ്ങൾ ചോദിച്ചു, നീ എവിടെ പോയെന്ന്. ഇത് നടന്ന് മുമ്പിലെത്തി. ഉമർ തങ്ങൾ ചോദിച്ചു, നീ എവിടെ പോയി? എന്താ കയ്യിലെന്താ? ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എൻ്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാ. ഉമർ തങ്ങൾ പറഞ്ഞു, ഇങ്ങോട്ട് തരാൻ. ആ കള്ളുകുപ്പി മേടിച്ചിട്ട് തുറന്നു നോക്കിയപ്പോൾ ആ കള്ള് സുറുക്കയായി മാറി. ആ 2 കുപ്പി കള്ളും സുറുക്കയായി മാറി ഒറ്റ നിമിഷം കൊണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെ മാറി ആ മനുഷ്യൻ്റെ ദുആ, ആ മനുഷ്യൻ്റെ തൗബ? ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. ആ മനുഷ്യൻ അറിയാം എൻ്റെ റബ്ബെന്നെ കൈവിടില്ല എന്ന്. പക്ഷെ നമ്മളോ? ദുആ ചെയ്യുന്നവന് തന്നെ അറിയാം ഇത് അള്ളാഹു സ്വീകരിക്കില്ല എന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ദുആ ചെയ്യുന്നവനും അറിയാം, ആമീൻ പറയുന്നവനും അറിയാം ഇതുകൊണ്ട് കാര്യമില്ലെന്ന്. ഉദാഹരണം, പള്ളിയിലെ ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യും. എത്ര പേരാ ആമീൻ പറയണേ? എത്ര പേരാ ആമീൻ പറയുന്നത്? എൻ്റെ പ്രിയപ്പെട്ട ചങ്ങായിമാരെ, ആ 3 എണ്ണത്തിനെ പിടിച്ചേരെ മാരെ. എന്തെങ്കിലും പറയാൻ പേടിയാ. തൊപ്പിയുടെ ടീമാണെങ്കിൽ മറുപടി വെക്കുമ്പോൾ പോടേണ്ടി വരും. അപ്പോൾ ഇരിയുടെ എങ്ങായി അവിടെ കാണും. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ ആമീൻ കേൾക്കാറുണ്ടോ? ഉണ്ടോ ആജിയാക്കന്മാരെ? പിന്നെ രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ടിരിക്കുക, സദ്യ ഉണ്ടായിരിക്കണ പോലെ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഒരു മരിച്ച വീട്ടിൽ എന്നെ ദുആ ചെയ്യാൻ കൊണ്ടുപോയി. മരിപ്പെല്ലാം കഴിഞ്ഞു. 3-നാണോ 7-നാണോ എന്നെ ഒരു മരിച്ച വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ ആ വീട്ടിൽ ചെന്ന് യാസീൻ ഓതി. എന്നിട്ട് ദുആ ചെയ്യാൻ സമയമായപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുക. ആമീൻ പറയാൻ ആരെയും കാണുന്നില്ല. എല്ലാവരും ബിരിയാണി വിളമ്പോ അവിടെ. എല്ലാവരും ഭക്ഷണം വിളമ്പാനുള്ള തിരക്കിൽ നടക്കുക. ഞാനും എൻ്റെ കൂടെ പോയ ഉസ്താദ് യാസീൻ ഓതിയിട്ട് ഇങ്ങനെ ഇരിക്കുക. കുറേ നേരമായി. ഉസ്താദെ ദുആ ചെയ്തോ, ദുആ ചെയ്യുന്നു പറയുന്നതല്ലാതെ ആരും ആമീൻ പറയാൻ വരുന്നില്ല. ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ? ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുവേ, ഈ ഓതിയ യാസീനിൻ്റെ പ്രതിഫലം എൻ്റെ വാപ്പാടെ കബറിൽ എത്തിക്കണേ അല്ലാ. ഞാൻ എൻ്റെ വാപ്പായ്ക്ക് തന്നെ ഹദിയ ചെയ്തു. കാരണം അവർക്ക് ആർക്കും വേണ്ട. ഞാൻ ഇങ്ങനെ ദുആ ചെയ്തപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ഉസ്താദ് എന്നെ നല്ലതുപോലെ ഒന്ന് നോക്കി. ഞാൻ പറഞ്ഞു, ഉസ്താദിൻ്റെ കുടുംബത്തിൽ മരിച്ചവർക്ക് നീ കൊടുത്തേക്കണേ അല്ലാ. കാരണം എന്തേ? അവർക്കാർക്കും വേണ്ടടോ. അവരവരുടെ പണി നടക്കുക. ഇതാ പള്ളിയിലെ ഉസ്താദിനും തോന്നുന്നത്, ആർക്കാ അല്ലാ ഞാൻ ദുആ ചെയ്യണേ? ആമീൻ പറയാൻ ഒരുത്തനെയും കിട്ടാത്ത കാലം.